നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. കമ്പവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി. ക്ഷതമാണ് മരണകാരണം എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ കടുവയെ പിടികൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് ചാവുകയായിരുന്നു. എന്തായാലും ഇതിലൊരു അന്തിമ തീരുമാനം എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്ന് അറിയണമെങ്കിൽ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമല്ലേ കഴിയുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം എപ്പോഴായിരിക്കും നടത്തുക? പ്രവിത, ഇന്ന് രാവിലെയാണ് ഈ പുലി കമ്പിവേലിയിൽ കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം, ഏതാണ്ട് 6 മണിക്കൂറോളം വാഴപ്പുഴ മേഖലയിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. RRT സംഘമാണ് ആദ്യം സംഭവ സ്ഥലത്തെത്തിയത്. RRT സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആദ്യം ഇതിനെ നിരീക്ഷിക്കുകയും തുടർന്ന് വെറ്ററിനറി സർജൻ എത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് സംഭവ സ്ഥലത്തെത്തിയ ശേഷം ഇതിനെ നിരീക്ഷിക്കുകയും പുറത്ത് ആന്തരികമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, പരിക്കുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് കടന്നത്. പക്ഷേ മയക്കുവെടി ഈ പുലിയുടെ ശരീരത്തിൽ തറച്ചിരുന്നില്ല. ശരീരത്തിൽ തട്ടിയത് തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് RRT സംഘം അവരുടെ കൈവശമുണ്ടായിരുന്ന ഷീൽഡ് ഉപയോഗിച്ച് ഈ പ്രത്യേകം എത്തിച്ചു ധോണിയിൽ നിന്ന് എത്തിച്ച കൂട്ടിലേക്ക് ഈ പുലിയെ കയറ്റുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 5 മണിക്കൂർ സമയം, അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മണിക്കൂറോളം നേരം അവിടെ വെച്ച് പരിശോധനകൾ അതിനെ നിരീക്ഷിക്കണം എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ നിലനിർത്തുകയും ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപ് ഈ പുലി ചത്തുപോവുകയുമായിരുന്നു. ഇപ്പോൾ പ്രാഥമികമായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ആന്തരികമായ രക്തസ്രാവമായിരിക്കാം മരണ കാരണം എന്നുള്ളതാണ്. ഇത്രയധികം സമയം കുരുങ്ങിക്കിടന്നത് കൊണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള ഡാമേജ് ആയിരിക്കും മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകില്ല, നാളെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാകൂ എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് പുലി ചത്തത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ കൊല്ലങ്കോട് വാഴപ്പുഴ മേഖലയെ ആകെ ആശങ്കയിലാക്കിയിരുന്ന ഒരു പുലിയാണ് ഇത്. നിരന്തരം ജനവാസ മേഖലകളിലേക്ക് എത്തുകയും ആളുകൾ ജോലിക്ക് മറ്റും പോകുമ്പോൾ, ഇത് ഒരുപാട് തോട്ടങ്ങളൊക്കെയുള്ള ഈ വാഴത്തോപ്പുകളൊക്കെയുള്ള ഒരു മേഖലയാണ്. ഈ പ്രദേശം, അതായത് പറമ്പാണ്. അപ്പോൾ അവിടെ ജോലിക്കൊക്കെ എത്തുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസമായിരുന്നു ഈ പുലിയുടെ സാന്നിധ്യം. ഇനി ഒരു പുലി കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യവും. എന്തായാലും അതിലൊരു പുലിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിനെ പിടികൂടിയതിന് പിന്നാലെ അത് ചത്തുപോകുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും തുടർ നടപടികൾ ഇനി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രവിത, അതിനിടെ മയക്കുവെടി പുലിയുടെ ശരീരത്തിൽ പൂർണ്ണമായും ഏറ്റില്ല എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിനിടെ ഈ പുലി ഈ കമ്പിയിൽ കുരുങ്ങിയതിനിടയിൽ സംഭവിച്ചതാകാമല്ലേ ഈ രക്തസ്രാവം, ആന്തരിക രക്തസ്രാവം? തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം സമയം, ഏതാണ്ട് പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഈ പുലി ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായി കാണുന്നത്. ഉടനെ തന്നെ അവർ വാർഡ് മെമ്പർ അറിയിക്കും. വാർഡ് മെമ്പർ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ RRT സംഘത്തിന്റെ ഒരു നിരീക്ഷണ വലയത്തിലാണ് ഈ പുലി ഉള്ളത്. ഒരുപാടധികം സമയം കുരുങ്ങിക്കിടക്കുക എന്ന് മാത്രമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങൾ പുലി നടത്തിയിരുന്നു. അതായത് ഈ പുലിയുടെ ഒരു വാലും അതോടൊപ്പം തന്നെ ഈ കാലിന്റെ താഴെ ഭാഗവുമാണ് കുരുങ്ങിയിരുന്നത്. ഈ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനിടെ ഒരുപക്ഷെ അതിന് ആന്തരികമായി പരിക്കുകൾ പറ്റിയിരിക്കാം. ഒരുപാട് തവണ ഈ ആളുകളൊക്കെ കാണുമ്പോൾ, അടുത്തേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ പുലി നടത്തിയിരുന്നു. ആളുകളൊക്കെ നേരെ മുരൾച്ചയോടുകൂടി പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ഒരുപക്ഷെ ഇതിനിടെ ആയിരിക്കും ആന്തരികമായിട്ടുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഇപ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ലഭ്യമാകൂ. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഈ പുലിയുടെ ജഡം മാറ്റും. അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഉണ്ടാവുക. നിഖിൽ, ഈ കൊല്ലങ്കോട്ട് പുലിയുടെ സാന്നിധ്യം കുറേയേറെ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചത്ത പുലിക്ക് ഏതാണ്ട് 5 വയസ്സ് പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ പുലി തന്നെയാണ് മുൻപും ഇവിടെ എത്തിയിരുന്നത് എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് ഫോറസ്റ്റിന്റെ പ്രാഥമിക നിഗമനം? പ്രവിത, 4 മുതൽ 5 വയസ്സ് വരെ, അതിനിടയിലാണ് ഈ പുലിയുടെ പ്രായം എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ കണ്ടിട്ടുള്ളതും ഏതാണ്ട് ഇതേ രീതിയിലുള്ള 2 പുലികളെയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒന്ന് ഈ പറഞ്ഞ തരത്തിൽ, അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള, ഇപ്പോൾ ചത്ത പുലിയുടെ അതേ ശരീരപ്രകൃതമൊക്കെയുള്ള 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള ഒരു പുലിയും അതോടൊപ്പം തന്നെ ഒരു പ്രായം കുറഞ്ഞൊരു പുലിയും ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള അമ്മമാരൊക്കെ പറയുന്നത്. അവർ പലതവണ ജോലിക്ക് മറ്റും പോകുമ്പോൾ, ഈ തെങ്ങിൻതോപ്പിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
തന്നെ 2 പുലികളുടെ സാന്നിധ്യം ഈ മേഖലയുണ്ട്. കഴിഞ്ഞ കുറേയധികം നാളുകളെ അവരത് നിരന്തരം വനവകുപ്പിനെയും മറ്റും ഈ പരാതികൾ അറിയിക്കാറുമുണ്ട്. ഇത്തരത്തിൽ പുലിയെ കണ്ടു, തങ്ങൾക്ക് ആശങ്കയുണ്ട്, ഭീതിയുണ്ട്, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കഴിയുന്നില്ല, ട്യൂഷൻ അയക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ അവർ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടിയിലേക്കൊന്നും വനവകുപ്പ് കടന്നില്ല എന്നുള്ള പരാതിയൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ വളരെ വേഗത്തിൽ അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർ തൃശ്ശൂരിൽ നിന്ന് എത്തേണ്ടുന്ന കാലതാമസം ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം പുലി കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയതും. അതായിരിക്കാം ഒരുപക്ഷെ ഈ പുലി ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ കൊല്ലങ്കോട്ടുകാർക്കൊരു പകുതി ആശ്വാസം എന്ന് പറയാവുന്ന തരത്തിലാണ് നിലവിൽ ഈ പുലി പിടിയിലായതോടുകൂടി ആളുകളുടെ ഒരു മാനസികാവസ്ഥ. എന്തായാലും ഇനി മറ്റൊരു പുലിയുടെ ആശങ്ക കൂടി മേഖലയിൽ ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്ന കാര്യവും. പ്രവിത. ശരി, പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. കമ്പുവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാകാം മരണകാരണം എന്നതാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെ മത്സ്യകർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. ചത്ത മീനുകളെ ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു മത്സ്യകർഷകരുടെ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രി പി രാജീവ് ജനങ്ങൾക്കൊപ്പമാണോ വ്യവസായികൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഒരു കമ്പനികൾക്കെതിരായും ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ കമ്പനികൾക്കെതിരല്ല, പക്ഷേ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള ആ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ഈ കമ്പനികൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഒന്ന്, വ്യവസായ മന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള കളമശ്ശേരിയിൽ വ്യവസായ മന്ത്രി തന്നെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ശ്രദ്ധിക്കുന്നത്? ഇത്രയധികം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ടും വ്യവസായ മന്ത്രി ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയം സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നും ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പ് ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിനീത ബി.ജി. കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നിലവിൽ സമരമെല്ലാം അവസാനിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഉറപ്പാണ് ഈ മത്സ്യ കർഷകർക്ക് നിലവിൽ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും നൽകിയിരിക്കുന്നത്? ഈ സംഭവം നടന്നിപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. എന്താണ് ഇതിനുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് കണ്ടെത്താൻ സർക്കാരിനായിട്ടുണ്ടോ? പ്രവിത, ഇന്ന് രാവിലെ മുതലാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായത്. ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതോപാധിയാണ്, അത് നഷ്ടമായതിനെ തുടർന്ന് വിവിധ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവുമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഈ മത്സ്യത്തൊഴിലാളികളുമായി ഒരു ചർച്ചയ്ക്ക് പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നൊക്കെ അവർ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ചീഫ് എഞ്ചിനീയർ അവിടേക്ക് വന്നത്. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ചീഫ് എഞ്ചിനീയറെ തടയുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഈ ചത്ത മത്സ്യങ്ങളെ ഒടുവിൽ ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നത്. പിന്നീട് ഈ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ചില ചർച്ചകൾ നടത്തി. ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അവർ പങ്കുവച്ചതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ കൂട് മത്സ്യകൃഷിയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്, അവർക്ക് ഏതാണ്ട് പാകമായിട്ടുള്ള മത്സ്യങ്ങളാണ്, അതായത് അടുത്ത ദിവസം വിപണിയിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചത്തുപൊങ്ങിയത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് അവർക്ക് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പുഴയോരത്തൊക്കെ ഈ ചത്ത മത്സ്യങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്, ഇത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉയരുന്നുണ്ട്, ഇത് വൃത്തിയാക്കുന്നതിനുള്ള തുക അത് വഹിക്കണമെന്നും ഇങ്ങനെ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് തീരുമാനിച്ചു. ഒപ്പം തന്നെ നഷ്ടപരിഹാരത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താമെന്നും അത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 7 ദിവസത്തിനകത്ത് അതിന്റെ പുരോഗതി ഉണ്ടാകുമെന്നും ഒക്കെ ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ച ഈ മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ അതേസമയം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അതായത് അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എങ്കിൽ വീണ്ടും
ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പ്രവിധ. ശരി, പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലെ മത്സ്യകർഷകരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനാണ് വ്യവസായ മന്ത്രിയും ഒപ്പം ഫിഷറീസ് മന്ത്രിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സാം, ജില്ലകളിലെ അലർട്ടുകൾ അതെങ്ങനെയാണ്? പ്രവിധ, സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതേസമയം ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയാണ്, വ്യാപകമായി ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 14 ജില്ലകളിലും 2 ദിവസവും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മലയോര ജില്ലകൾ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ആ ജില്ലകളിലുണ്ടെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിങ്ങനെ 10 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത തുടരണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി ദുരന്ത നിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്നത്. മറ്റൊന്ന്, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണം. ഇതിൽ പ്രധാനമായി തെക്കൻ കേരള തീരത്ത് നിലവിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ചത് വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കാലവർഷം നിലവിൽ ശ്രീലങ്ക, മാലിദ്വീപ്, തെക്കൻ അറബിക്കടൽ മേഖലയിലേക്ക് വ്യാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച വരെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തുടരുകയും ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബീഹാർ സ്വദേശി നരേഷിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ നരേഷിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നരേഷിന്റെ മൃതദേഹം എന്തായാലും നിലവിൽ കോമളംകടവിന്റെ പരിസരത്ത് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ കോമളംകടവ് എന്ന് പറയുന്ന മേഖല അത്യാവശ്യം ഒഴുക്കുള്ള മേഖലയാണ്. അവിടെയാണ് തിങ്കളാഴ്ച നരേഷും 2 സുഹൃത്തുക്കളും ചേർന്ന് കുളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആ 2 ദിവസമായി തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു. കോഴിപ്പുറം പോലീസിന്റെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ സ്പെഷ്യൽ സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് ആ തിരച്ചിൽ നടത്തി വന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബീഹാർ സ്വദേശിയാണ് 25 വയസ്സുകാരനായ നരേഷ്. ഏതാണ്ട് 1 കൊല്ലമായി ഇവിടുത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഹെൽപ്പറായി ജോലി നോക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ എന്തായാലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബീഹാറിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രവിധ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗം പൂർത്തിയായി. ഏകജാലക സംവിധാനവുമായി സഹകരിക്കുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ സൂചന നൽകി. GST വിഷയം മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതായി അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു. അന്തിമ തീരുമാനം ഈ മാസം 28-നുണ്ടാകും. GSTയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ GST ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസോസിയേഷൻസ് എല്ലാം ഏകജാലകം നടത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, 28-ാം തീയതിയുള്ള നമ്മുടെ കൌൺസിൽ തീരുമാനമനുസരിച്ച്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, അങ്ങനെ നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹാരമാകുന്നു എന്ന് ഉറപ്പിക്കാം അല്ലേ? ഇനി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം എപ്പോഴാകും ആരോഗ്യമന്ത്രി ഇവരെ കാര്യങ്ങൾ ധരിപ്പിക്കുക?
പ്രവിധ തത്വത്തിൽ അങ്ങനെ ഉറപ്പിക്കാം. കാരണം സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനം ഒന്നും ആയിരുന്നില്ല. അതായത് ഈ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലേക്കും സർക്കാർ കോളേജുകളിലേക്കും ഒന്നും നഴ്സിംഗ് പ്രവേശനം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതാണ്ട് 119 സ്വകാര്യ നഴ്സിംഗ് കോളേജുകൾ സംസ്ഥാനത്തുണ്ട്. അതിൽ 84 കോളേജുകൾ 2 അസോസിയേഷന് കീഴിലാണ്. നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെയും കീഴിലാണ് ഈ 84 കോളേജുകൾ. ഇവിടെ പ്രധാനമായും അവരോട് പറഞ്ഞിരുന്നത് 2017 മുതലുള്ള അപേക്ഷയ്ക്ക് ഓരോ അപേക്ഷകനും അല്ലെങ്കിൽ ഓരോ അപേക്ഷയ്ക്കൊപ്പം ഏതാണ്ട് 18% GST കൂടി നൽകണം, അത് കുടിശ്ശികയായി നൽകണം എന്നൊരു കാര്യം GST കൗൺസിൽ ഉത്തരവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യം ആരോഗ്യവകുപ്പ് ഈ നഴ്സിംഗ് അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ നിലപാട് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് അവർ പൂർണ്ണമായി പറഞ്ഞു. തുടർന്ന് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഈ വിഷയത്തിൽ തത്വത്തിൽ പരിഹാരമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ആരോഗ്യവകുപ്പും വകുപ്പ് മന്ത്രിയും എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് GST കൗൺസിൽ എടുത്ത തീരുമാനമാണ്. ആരോഗ്യവകുപ്പിന് മാത്രമായി അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ധനകാര്യ വകുപ്പ് ഇടപെടേണ്ടതുണ്ട്. ധനകാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം അതിന്റെ കാര്യങ്ങൾ അറിയിക്കാമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയതായി ഈ നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നതെന്നാണ് ഈ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. 24 നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ വർഷം അംഗീകാരമുണ്ടായ എല്ലാ കോളേജുകളിലും അപ്ലിക്കേഷൻ നീട്ടി നൽകാം എന്നും ഇന്നത്തെ ഈ യോഗത്തിൽ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഈ ബോണ്ട് നൽകിയാലേ അപ്ലിക്കേഷൻ നൽകൂ എന്നൊരു തീരുമാനം ആരോഗ്യ സർവകലാശാല എടുത്തിരുന്നു. ആ ഒരു തീരുമാനവും പിൻവലിക്കുന്നതായി ഇന്നത്തെ യോഗത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട്. തത്വത്തിൽ ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കുമെന്ന സൂചന തന്നെയാണ് ഈ അസോസിയേഷൻ പ്രതിനിധികൾ നൽകിയിട്ടുള്ളത്. പക്ഷേ 24-ന്റെ നഴ്സിംഗ് കൗൺസിൽ യോഗം ചേരേണ്ടതുണ്ട്. അതിനുശേഷം 28-ന് അസോസിയേഷന്റെ യോഗം കൂടി ചേരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം വരിക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പ്രവിധ. അതായത് ഈ 84 കോളേജുകൾക്ക് പുറമേ നിൽക്കുന്ന ചില കോളേജുകളുണ്ട്. അതായത് സ്വന്തമായി പ്രവേശനം നടത്താം എന്ന് തീരുമാനിച്ച ചില കോളേജുകളുണ്ട്. അവരോട് മന്ത്രി ഇന്ന് നൽകിയ മുന്നറിയിപ്പ് തലവരിപ്പണം വാങ്ങിയെന്ന പരാതി കിട്ടിയാൽ കർശന നടപടിയെടുക്കും എന്നാണ് ആ കോളേജ് പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് നൽകിയ മുന്നറിയിപ്പ്. പ്രവിധ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. MLA എൽദോസ് കുന്നപ്പിള്ളിക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമ കുറ്റം കൂടി ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 2 പ്രതികൾ കൂടിയുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ, MLAക്കൊപ്പമുള്ള മറ്റ് 2 പ്രതികൾ ആരൊക്കെയാണ്? ഏതൊക്കെ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്? പ്രവിധ 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിൽ ഈ മന്ത്രിയുടെ സുഹൃത്തുകൂടിയായ യുവതി MLAയുടെ സുഹൃത്തുകൂടിയായ യുവതി ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അന്ന് സിറ്റി കമ്മീഷണർ നൽകിയ പരാതിയിൽ അതായത് വീട്ടിൽ മദ്യപിച്ചെത്തിയ MLA തന്നെ ഉപദ്രവിച്ചെന്നും അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ യുവതിയുടെ പരാതി. അതിന് പിന്നാലെയാണ് കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുകയും ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ വധശ്രമവും അതുപോലെ തന്നെ ബലാത്സംഗ കേസും ചുമത്തിയാണ് നിലവിൽ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ 2 സുഹൃത്തുക്കൾ കൂടി ഇതിൽ പ്രതിയായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഇവരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു ആസൂത്രണം നടത്തിയെന്നുള്ള കാര്യവും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നിലധികം തവണ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതും നിലവിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രവിധ. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. പൂനെയിൽ 17-കാരൻ മദ്യപിച്ച് വാഹനമോടിച്ച് 2 പേരെ കൊന്ന കേസിൽ പ്രതിഷേധം കനക്കുന്നു. പ്രതി ഇന്ന് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരായി. ദുർബല വ്യവസ്ഥകൾ ചുമത്തി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസിന്റെ ആവശ്യത്തെ തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഹാജരാകാൻ നോട്ടീസ് അയച്ചത്. പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ 17-കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന പരിശോധനാഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പ്രതി പബ്ബിലിരുന്ന് മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണല്ലോ വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ പ്രതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? പാവപ്പെട്ടവരിനും പണക്കാരനും ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ നീതി നടപ്പാക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. ആ ചോദ്യം ഉയർത്തുന്നവർക്ക് ഒരു ക്ലാസിക് എക്സാമ്പിളായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കേസായി മാറുകയാണ് പൂനെയിലെ ഈ അപകട മരണം.
ഈ പ്രതി 17-കാരനാണ്. അയാൾ 12ാം ക്ലാസ്സിലെ പരീക്ഷാ ഫലം വന്നത് ആഘോഷിക്കാൻ വേണ്ടി ഒരു പബ്ബിൽ പോകുന്നു. അവിടെ നിന്ന് മദ്യപിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവിടെ അച്ഛൻ്റെ വില കൂടിയ ആഡംബര കാറ്, പോർഷെ കാർ ഉണ്ടായിരുന്നു. ആ കാർ എടുത്ത് പോകുന്നു. അമിത വേഗത്തിൽ പോയി 2 പേരെ ഇടിച്ച് തെറിപ്പിച്ച് അവരെ കൊല്ലുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ പ്രതിക്ക് 15 മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം ലഭിക്കുന്നു. ഇയാൾ 17-കാരനാണ്, പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മദ്യം കിട്ടി എന്നതടക്കമുള്ള ചോദ്യമുണ്ട്. രജിസ്ട്രേഷൻ പോലും കഴിയാത്ത ഒരു കാറിലാണ് ഇയാൾ പോയത്. അങ്ങനെ പല തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ 15 മണിക്കൂറിനകം ഇയാൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യം നൽകുന്നു. അതിലെ ജാമ്യ വ്യവസ്ഥകൾ നേരത്തെ വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. 300 വാക്കുകളുള്ള ഒരു ഉപന്യാസം ഈ അപകട മരണങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറയുന്നു. 15 ദിവസം പോലീസിനെ സഹായിക്കാൻ വേണ്ടി പറയുന്നു. ട്രാഫിക്കിൽ ഇയാൾക്ക് മദ്യാസക്തി കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകി, കൗൺസിലിംഗ് നൽകി, ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ജാമ്യം നൽകി. ഏതായാലും ഇതിനെതിരെ വലിയ രോക്ഷം പൊതുവെ ഉയർന്നു വന്നു. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ള സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. പോലീസ് ഈ ജാമ്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ചിരുന്നു. അങ്ങനെ ജസ്റ്റിസ് ബോർഡ് ഒരു നോട്ടീസ് നൽകിയതിന് പ്രകാരം ഇപ്പോൾ പ്രതി വീണ്ടും ഹാജരായിട്ടുണ്ട്. ഒരുപക്ഷേ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രതിയുടെ അച്ഛനടക്കം ഈ ബാർ ഉടമയടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരായ നിയമ നടപടികൾ തുടരുന്നു. അവർ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് താനും. ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള നടപടികളിൽ ഇതുവരെ ഉണ്ടായ തരത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായില്ലെന്ന് പോലീസ് ആണയിടുന്നുണ്ട്. ഈ പ്രതിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് ഒരു വിധി പറഞ്ഞ, അങ്ങനെ റിപ്പോർട്ട് നൽകിയ ഡോക്ടർ അടക്കമുള്ള ആളുകൾ സംശയത്തിന് നിഴലിലായിട്ടുണ്ട്. കാരണം ഈ പ്രതി പബ്ബിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു ബിൽഡറുടെ മകൻ ഇത്തരത്തിൽ വലിയൊരു ആഡംബര കാറിൽ വന്ന് മദ്യപിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ 2 പേർ കൊല്ലപ്പെട്ട കേസിൽ വളരെ അവിശ്വസനീയ വിധം പോലീസിൻ്റെ വീഴ്ചകൾ, പോലീസിൻ്റെ ഒത്തുകളിയൊക്കെ പുറത്തു വന്നൊരു സംഭവമാണ്. ഏതായാലും വലിയ രോഷമുണ്ടാകുമ്പോൾ തിടുക്കപ്പിടിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നു. കേസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് ഇപ്പോൾ ആണയിടുന്നുണ്ട്. ശരി, എന്നാലും 17-കാരൻ ഓടിച്ച ആഡംബര കാർ ഇടിച്ച് 2 IT ജീവനക്കാരാണ് മരിച്ചത്. അതിനുശേഷമാണ് പ്രതി മദ്യപിച്ചിട്ടില്ല എന്ന ഡോക്ടറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിന് ശേഷമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതിക്ക് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് അയക്കുകയായിരുന്നു. വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും നൽകിയത്. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ 3 പ്രതികൾക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷാവിധി. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം 71-കാരിയായ ശാന്തകുമാരിയെ കൊന്ന് വീടിന്റെ മച്ചിൽ ഒളിപ്പിക്കുകയായിരുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, അങ്ങനെ 3 പ്രതികൾക്കും വധശിക്ഷ എന്നുള്ളതാണല്ലോ കേസിലെ മറ്റ് നിരീക്ഷണം എന്തൊക്കെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട്? പ്രവിധ, ഏറെ വിവാദമായ കോളിളക്കം സൃഷ്ടിച്ച കേസിലാണെന്ന് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഈ ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കോവളം സ്വദേശി റഫീഖ ബീബി, അവരുടെ മകൻ ഷഫീഖ, ഈ റഫീഖ ബീബിയുടെ സുഹൃത്തായ പാലക്കാട് സ്വദേശി അൽ അമീൻ എന്നീ 3 പേരായിരുന്നു ഈ കേസിലെ പ്രതികൾ. വാടക വീട് ഒഴിയുന്ന ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം കവർന്ന ശേഷം കൊലപ്പെടുത്തി മൃതദേഹം വീടിന്റെ മച്ചിൽ ഒളിപ്പിച്ചതായിരുന്നു ഈ കേസ്. മാത്രമല്ല, ഈ സംഭവ ദിവസം ഈ പ്രതികൾ സ്വർണ്ണാഭരണങ്ങളുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ ആ സംഭവ ദിവസം രാത്രി തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. കേസിൽ 34 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയത്. അതായത് അതിക്രൂര കൊലപാതകമാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഇക്കാര്യത്തിലെ വിചാരണ വേളയിലെ വാദം എന്ന് പറയുന്നത്. തുണി കൊണ്ട് കഴുത്തു ഞെരിച്ച ശേഷം ഇരുമ്പ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ശാന്തകുമാരിയെ കൊലപ്പെടുത്തി ശേഷം ഈ കൃത്യം പുറത്തു വരാതിരിക്കാൻ വീടിന്റെ മച്ചിൽ ഒളിപ്പിച്ചു മൃതദേഹം എന്നുള്ള അതിദാരുണമായിട്ടുള്ള സംഭവം സംശയലേശമന്യേ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോടതിയുടെ ഇക്കാര്യത്തിലെ നിരീക്ഷണം. അങ്ങനെയാണ് 3 പേർക്കും ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. ഇതേ പ്രതികൾ തന്നെ 2020-ൽ 14-കാരിയെ കൊലപ്പെടുത്തിയ കേസിലും ഇവർ പ്രതികളായിരുന്നു. ഈ കേസിന്റെ വിചാരണ ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ്. പ്രവിധ. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കും. പാനൂർ തെക്കുംമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, ഈ തീരുമാനത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ ഉദ്ഘാടനം നടക്കുമല്ലേ?
പ്രവിധ, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടകൻ. ഒപ്പം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംസ്ഥാന സമിതി അംഗം P ജയരാജനും പങ്കെടുക്കും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി ചർച്ച ചെയ്യപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നത് 2015 ജൂൺ 6-നാണ് പാനൂരിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനത്തിലാണ് CPIM പ്രവർത്തകരായിരുന്ന ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നത്. അങ്ങനെ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർ രക്തസാക്ഷികളാകുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ചർച്ച. അതിന്മേൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളും ചർച്ചയുമൊക്കെ ഉയർന്നു വന്നു. CPIMന്റെ വാദം പക്ഷേ അവർ രക്തസാക്ഷികൾ തന്നെയാണ്, അവിടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് അവർ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ആ കേസിന്റെ വിചാരണ പോലും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ രക്തസാക്ഷികൾ തന്നെയാണ് എന്ന വാദമാണ്. സംസ്ഥാന സെക്രട്ടറി അതിൽ വ്യക്തതയുള്ള വിശദീകരണമൊന്നും പറഞ്ഞില്ലെങ്കിലും P ജയരാജനും EP ജയരാജനും ഒക്കെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് അവർ ജീവാർപ്പണം ചെയ്യേണ്ടി വന്നത്. ഇരുവരും രക്തസാക്ഷികൾ തന്നെയാണ്. 2015 അന്നത്തെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത്. പിന്നീട് ഈ കഴിഞ്ഞ 8 വർഷവും അവരുടെ രക്തസാക്ഷി അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ സ്മാരക മന്ദിരം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് പുതുമയുള്ള കാര്യം. അതിനെ പക്ഷേ രക്തസാക്ഷികളെ അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങളാക്കി മാറ്റുന്നു ചിലർ എന്ന ഭാഗമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് CPIMന്റെ വാദം. പ്രാദേശിക പാർട്ടിയും അവിടെ തുടർച്ചയായി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഭാഗമായി ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയവരാണ് അവർ എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും വിപുലമായ അനുസ്മരണ പരിപാടിയും ഒപ്പം സ്മാരക മന്ദിര ഉദ്ഘാടനവുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. റെഡ് വാളണ്ടിയർ മാർച്ചും നേതാക്കളുടെ പ്രസംഗങ്ങളും എല്ലാം അടക്കമുള്ള ഒപ്പം അണികളുടെ വിപുലമായ പങ്കാളിത്തവും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഉദ്ഘാടന പരിപാടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 5 മണിയോടെ റെഡ് വാളണ്ടിയർ മാർച്ച് നടക്കും. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുക. വാർത്തകൾ തുടരുന്നു. അവയവദാനത്തിന് പ്രത്യുപകാരമായി പണയത്തിലിരുന്ന വീടിന്റെ ആധാരമെടുത്തു നൽകിയത് തൃശൂരിൽ നിർബന്ധിത അവയവദാനത്തിന് വിധേയയായ വീട്ടമ്മ. വില്ലേജ് ഓഫീസിൽ നിന്ന് പരിചയപ്പെട്ട ഇടനിലക്കാരനാണ് രേഖകൾ തയ്യാറാക്കിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് അവയവദാനം നടത്തിയതെന്നും വീട്ടമ്മ 24നോട് പറഞ്ഞു. പരിചയപ്പെട്ടത് വില്ലേജിൽ വെച്ചിട്ടാ. വില്ലേജില് അവർക്കെല്ലാം ഹെൽപ്പും വിഷയം ചെയ്തു കൊടുത്തു. ലോൺ എത്രയെന്ന് വെച്ചാല് ഞാൻ ആധാരം വെച്ചിട്ട് 2.5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ബ്ലേഡിലാണ്. ഇല്ലല്ല, എനിക്ക് ആധാരം എടുത്ത് തന്നു. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ കുറേ ഏജന്റുമാരുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അവരെക്കാൾ അധികം കാശ് തരാമൊക്കെ പറഞ്ഞതൊക്കെ കണ്ടിരുന്നു. അപ്പം ഇത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് തൃശൂർ മുല്ലശ്ശേരിയിൽ 7 പേരെ അവയവ മാഫിയ തട്ടിച്ചത്. സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സാന്ത്വനം ജീവകാരുണ്യ സംഘടന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എത്ര കാലമായി ഇത്തരമൊരു തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്? പ്രവിധ, ഈ ഔദ്യോഗികമായി മാത്രമാണ് ഈ 7 പേർ എന്ന് പറയുന്നത്. 30-ലധികം പേർ ഇത്തരത്തിൽ ഈ അവയവദാനത്തിന് ഇരയായിട്ടുണ്ട്, അതായത് അവയവ വിൽപ്പനയ്ക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ തുടർന്നാണ് നമ്മൾ ഇത്തരത്തിൽ ഈ അവയവം നൽകിയ വീട്ടമ്മയെ സമീപിക്കുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് തൻ്റെ ബന്ധുവിനാണ് ഈ അവയവം നൽകിയത്, അതിൽ ഒരു തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവർ അത് നിഷേധിച്ചു. പിന്നീടാണ് ഇതിൽ പണമിടപാട് നടന്നു എന്ന് ഇവർ സമ്മതിക്കുന്നത്. അതായത് പ്രധാനമായി ഇവർ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഈ ബാങ്ക് വായ്പ അടക്കമുണ്ടായിരുന്നു ഈ വീട്ടമ്മയ്ക്ക്. ഈ ബാങ്ക് വായ്പ ഈ ക്ലോസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇവരുടെ കടങ്ങൾക്ക് ഉൾപ്പെടെ പണം നൽകുന്നതും ഈ അവയവദാനത്തിലൂടെയാണ് എന്നുള്ളതാണ് വീട്ടമ്മ സമ്മതിക്കുന്നത്. അപ്പോഴും തൻ്റെ അടുത്ത ബന്ധുവിനാണ് ഈ വായ്പ ഈ അവയവം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആരോപിക്കുന്ന ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റാണ് ഇവർക്ക് ഈ രേഖകളെല്ലാം തയ്യാറാക്കി കൊടുത്തതെന്നുള്ള കാര്യം വീട്ടമ്മ നമ്മളോട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായും ഈ അവയവ കച്ചവടമാണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീട്ടമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന, അതായത് ഈ പരാതി നൽകിയ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന 30-ലധികം ആളുകൾ ഇത്തരത്തിൽ ഈ അവയവ കച്ചവട മാഫിയയുടെ പിടിയിൽ അമർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വീട്ടമ്മ ഈ പരാതി നൽകിയവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടമ്മയുമായി സംസാരിക്കുമ്പോൾ ഇവർ ഈ പരിശോധനയ്ക്ക് പോയ ആശുപത്രിയിലടക്കം നിരവധി പേർ ഇത്തരത്തിൽ ഈ മാഫിയകളുടെ ഭാഗവും ഏജന്റിന്റെ ഭാഗവുമായി അവിടെ എത്തിയിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി വീട്ടമ്മ നടത്തിയിട്ടുണ്ട്. എന്തായാലും തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം അല്ലെങ്കിൽ കടുത്ത അമർഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശത്തു നിന്ന് ഉയരുന്നുണ്ട്. 30-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ഈ അവയവ മാഫിയയുടെ ഇരയായിട്ടുള്ളത്. പ്രവിധ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് നാസറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തേക്കാണ് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടറാണെന്ന് സാബിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സാബിത്തിന്റെ മൊഴി പ്രകാരം ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇതിൽ പ്രധാനി.
അങ്ങനെയെങ്കിൽ പോലീസ് അന്വേഷണം ഇനി ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ടല്ലോ. പോലീസിന് മറ്റെന്തൊക്കെ നിർണായക വിവരങ്ങളാണ് സബത്ത് നൽകിയിരിക്കുന്നത്? ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതി സാബിത്തിനെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നു. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി. പോലീസ് ആവശ്യപ്പെട്ടതും 10 ദിവസമാണ്. ആ 10 ദിവസം കോടതി അനുവദിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നിർണായകമായ മൊഴികൾ ഈ സാബിത്തിൽ നിന്ന് കണ്ടെടുക്കാനാകും അല്ലെങ്കിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിനോടകം തന്നെ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് അവയവക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ഡോക്ടർ ഇതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ഇത്തരം മൊഴികളെല്ലാം സാബിത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ, കൂടുതൽ മലയാളികളെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടോ, അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുക എന്നുള്ളതാണ് പോലീസിന് മുൻപുള്ള ലക്ഷ്യം. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ ഒരു വരവ് ഈ കേസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്കാര്യത്തിലും ഈ സാബിത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. സാബിത്തിനെ 10 ദിവസം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ വിവിധ ടീമുകളായി തിരിഞ്ഞായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. ഹൈദരാബാദിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതുണ്ട് എങ്കിൽ പോകും. കാരണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമുണ്ടാകുക. ആദ്യ 5 ദിവസം സാബിത്തിനെ തുടർച്ചയായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രവിത. ശരി വിഷ്ണു സുരേഷ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് നേരെ ഭീകരവാദ ഭീഷണിയെന്ന റിപ്പോർട്ട്. 4 പേരെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പരിശീലനം ഒഴിവാക്കി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഇന്നാണ് മത്സരം നടക്കാനിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് വിരാട് കോഹ്ലിക്കെതിരെ ഭീകരവാദ ഭീഷണി എന്ന പേരിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിതാലക്ഷ്മി, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് 4 പേരെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവർ IS-ഉമായി ബന്ധമുള്ള ആളുകളെന്നാണ് അവർക്ക് കിട്ടുന്ന വിവരം. അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് വിരാട് കോഹ്ലിക്ക് നേരെയാണ് അവരുടെ ഭീഷണി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മത്സരത്തെ തടസ്സപ്പെടുത്താനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത് എന്നുള്ള വിവരമാണ്, ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് RCB അവരുടെ പരിശീലനം ക്യാൻസൽ ചെയ്യുകയും ഒപ്പം തന്നെ പ്രസ് മീറ്റ്, ഇത്തരം ക്രൂഷ്യൽ ഗെയിംസിന് എല്ലാ മത്സരത്തിനും മുന്നോടിയായി പ്രസ് മീറ്റ് ഉണ്ടാവുന്നതാണ്, അതും ക്യാൻസൽ ചെയ്തു. ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും തയ്യാറല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇന്നാണ് എലിമിനേറ്റർ പോരാട്ടം നടക്കുന്നത്. അഹമ്മദാബാദിൽ വെച്ചാണ് ഈ മത്സരം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെയാണ് നേരിടുന്നത്. പക്ഷേ രാജസ്ഥാൻ അവരുടെ പരിശീലനം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ IS ലോകത്തെ വിവിധ കായിക വേദികളിലൊക്കെ തന്നെ ആക്രമണം നടത്തുമെന്ന തരത്തിലൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന 2020 ലോകകപ്പിനും ഭീഷണിയുണ്ട് എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ IPL-ലും ഭീഷണി, ഒപ്പം തന്നെ വിരാട് കോഹ്ലി എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന് നേരെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഭീകരാക്രമണ ഭീഷണി വന്നിരിക്കുന്നു. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മത്സരത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അഹമ്മദാബാദ് പോലീസും ഗുജറാത്ത് പോലീസും ഒക്കെ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വരും മത്സരങ്ങൾ, ഇനി ഈ മത്സരമടക്കം 3 മത്സരങ്ങൾ കൂടിയാണ് IPL-ൽ ബാക്കിയുള്ളത്. ആ മത്സരങ്ങളിൽ കൂടി സുരക്ഷ ഏറ്റവും പഴുതടച്ചുള്ള ഒരു സുരക്ഷ തന്നെ ഒരുക്കുമെന്നാണ് ഇപ്പോൾ BCCL നിന്ന് അടക്കം കിട്ടുന്ന വിവരം. പ്രവിതാലക്ഷ്മി. ശരി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് നേരെയാണ് ഭീകരവാദ ഭീഷണി എന്ന റിപ്പോർട്ട്. 4 പേരെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. മുതിർന്ന മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സംസ്ഥ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സംസ്ഥാ നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. സംസ്ഥയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സംസ്ഥയിൽ നയം മാറ്റമുണ്ടായി എന്നുമായിരുന്നു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ വിമർശനം. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേരുന്നുണ്ട്. സമീർ, സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ ആണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്? എത്ര സമയത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രവിത, ഇന്ന് രാവിലെയാണ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഒപ്പം തന്നെ മുതിർന്ന പണ്ഡിതനുമായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. സമസ്തയിലെ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണം സുപ്രഭാതത്തിന്റെ നയത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതായിരുന്നു ഈ നദ്വിയുടെ പരാമർശം. ഇതിനാണ് ഇപ്പോൾ സമസ്ത നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നത്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നുള്ളതാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുതിർന്ന കേന്ദ്ര മുഷാവറ അംഗത്തിന്
സമയത്തിനെതിരെയാണ് ഈ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമസ്ത മുഷാവറ യോഗം പോലും ചേരാതെ തന്നെ ഇത്തരം ഒരു അടിയന്തര നടപടിയിൽ കടന്നതിലും ഒരു വിമർശനം സമസ്തകത്ത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് സമസ്തയിലെ ഇരുപക്ഷവുമായി തിരിഞ്ഞാണ് നിലവിൽ ഭിന്നതയുള്ളത്. പ്രത്യേകിച്ച് സമസ്തയിൽ ഒരു വിഭാഗം ഇടതുപക്ഷവുമായി അടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നു. മറുവിഭാഗം ഈ മുസ്ലിം ലീഗുമായി അടുക്കണമെന്നും ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനെ ഇടതുപക്ഷമായി ചേരുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പക്ഷമുണ്ട്. ഈ പക്ഷത്തുള്ള നേതാക്കളിൽ ഒരാളാണ് നിലവിൽ ഈ ബഹാവുദ്ദീൻ നദ്വി എന്നുള്ള നേതാവ്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്തയിലെ ഭിന്നത അത് രൂക്ഷമാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുക. പ്രവിത. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരെ നിയന്ത്രിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അധ്യക്ഷൻ JP നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കും നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തൽ നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം പൂർത്തിയായി 6ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇരു പാർട്ടികൾക്കും ലഭിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു. ബൽറാം, കേൾക്കാമോ? പ്രവിത, അസാധാരണമായ ഒരു ഇടപെടലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും ദേശീയ അധ്യക്ഷന്മാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ താരപ്രചാരകരെ നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലും മറ്റും തങ്ങളുടെ പരാമർശങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും മര്യാദ പുലർത്തണമെന്നും ആവശ്യപ്പെടണമെന്നും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താരപ്രചാരകർക്ക് രേഖാമൂലം തന്നെ നിർദ്ദേശം നൽകണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 പ്രധാന പാർട്ടികളുടെയും അധ്യക്ഷന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഉയർന്ന പരാതികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. സാധാരണ നിലയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു നേതാവിന്റെ പരാമർശമുണ്ടായാൽ, പരാതി ഉയർന്നാൽ ആ നേതാവിന് എതിരായി നോട്ടീസ് നൽകുന്നതിന് പകരം ഈ 2 നേതാക്കൾക്കും എതിരായ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ അതാത് പാർട്ടികളുടെ അധ്യക്ഷന്മാരോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം താരപ്രചാരകരെ നിയന്ത്രിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഈ താരപ്രചാരകരുടെ പ്രചാരണ പരിപാടികളിൽ അതിന്റെ നിലവാരം കുറഞ്ഞത് എന്ന ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉണ്ട് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രവിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വനത്തിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ഓലിയോട്ട് റിസർവ് ഫോറസ്റ്റിലെ കുറുക്കൻമൂല വനത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ടോ? പരിശോധന നടത്തിയോ? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വനം വകുപ്പിന് വേണ്ടി തേക്ക് മുറിക്കുന്ന നടപടി വനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. റിസർവ് ഫോറസ്റ്റ് ആണ്. ഈ മേഖലയിലാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. തൃശ്ശിലേരി സെക്ഷന് കീഴിലുള്ള ഓലിയോട്ട് റിസർവ് ഫോറസ്റ്റ് ആണ് ഈ മേഖല. ഇവിടെ കുറുക്കൻമൂല എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ വനമേഖലയിലാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയാണ്. മാനന്തവാടി CI ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തുന്നത്. ഈ മൃതദേഹത്തിന്റെ, അതായത് ഈ തലയോട്ടിയുടെ കാലം പരിശോധിക്കുമ്പോൾ ഏറെ കാലം പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയായാലാണ് ഇതിന്റെ ലിംഗനിർണ്ണയം അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. 2024 JEE മെയിൻ ഫലത്തിൽ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് സമ്പൂർണ്ണ ആധിപത്യം. ആർക്കിടെക്ചറിലും പ്ലാനിങ്ങിലും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ 1ാം റാങ്കുകൾ സ്വന്തമാക്കി. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന JEE മെയിൻ പേപ്പർ 2 ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ബാച്ചലർ ഓഫ് പ്ലാനിംഗ് പരീക്ഷകളുടെ ഫലത്തിലാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ വിദ്യാർത്ഥികൾ നേട്ടം സ്വന്തമാക്കിയത്. ദേശീയ സ്ഥാപനങ്ങളായ NITകളിലും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലേക്കും പ്രവേശനത്തിനുള്ള പരീക്ഷയാണിത്. നേരത്തെ പേപ്പർ 1 BTech ഫലം പ്രഖ്യാപിച്ചപ്പോൾ ബ്രില്യന്റിലെ വിദ്യാർത്ഥി ഹാഫിസ് റഹ്മാനായിരുന്നു സംസ്ഥാനത്ത് ഒന്നാമതെത്തിയത്. B പ്ലാനിംഗിൽ S രാജ്കൃഷ്ണ ദേശീയതലത്തിൽ 13ാം റാങ്കോടെ കേരളത്തിൽ ഒന്നാമനായി. BArcൽ അഖിലേന്ത്യാ തലത്തിൽ 43ാം റാങ്കും കേരള ഫസ്റ്റും ബ്രില്യന്റിലെ ദേവ് പോൾ ജോയി കരസ്ഥമാക്കി. അഖിലേന്ത്യാ തലത്തിൽ 47ാം റാങ്ക് നേടി A അശ്വിൻ, 55ാം റാങ്കിൽ ലീസ അഗസ്റ്റിൻ, 68ാം റാങ്ക് നേടി A നിഹാൽ മുഹമ്മദ്, 81ാം റാങ്കുമായി നിരഞ്ജൻ ആർ തുടങ്ങിയ വിദ്യാർത്ഥികളും അഭിമാന നേട്ടത്തിന് അർഹരായി. BArcന് ദേശീയതലത്തിൽ ബ്രില്യന്റിലെ 24 വിദ്യാർത്ഥികളും B പ്ലാനിംഗിൽ 19 വിദ്യാർത്ഥികളും ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം പിടിച്ചു. ഇതോടെ
ജെഇഇ മെയിൻ 2024 എല്ലാ പേപ്പറിലും സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളായി മാറി. 24 കോട്ടയം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ബി.ജെ.പി. പ്രവേശനാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന LDF കൺവീനർ ഇ.പി. ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും നേരിട്ട് കേസെടുക്കാനാകില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. KPCC പ്രസിഡന്റ് കെ. സുധാകരൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു ഇ.പി. ജയരാജന്റെ പരാതി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, നേരിട്ട് കേസെടുക്കാനാകില്ല എന്ന് പോലീസ് പറയുമ്പോൾ ഇനി LDFന് മുന്നിലുള്ള മറ്റ് വഴി എന്താകും? ഇക്കാര്യത്തിൽ LDFനടക്കം വലിയ പ്രശ്നമുണ്ട് പ്രവിത. കാരണം ഇനിയിപ്പോൾ LDF കൺവീനർ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കണമെന്നാണ് പോലീസിന്റെ നിലപാട്. ഈ TG നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെ കണ്ടതും പിന്നീട് ശോഭാ സുരേന്ദ്രൻ BJP പ്രവേശനമെന്ന ആരോപണം ഉന്നയിച്ചതും ഗൂഢാലോചനയാണെന്നും അതുവഴി മാനഹാനി ഉണ്ടെന്നുമായിരുന്നു ഇ.പി. ജയരാജൻ DGPക്ക് നൽകിയ പരാതി. ഈ പരാതി നൽകാൻ പോലും കാരണം CPM ആയിരുന്നു. ഇ.പി. ജയരാജൻ BJPയിൽ ചേരാനായി ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇ.പി. ജയരാജനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഇതെല്ലാം ഗൂഢാലോചന എന്നായിരുന്നു ഇ.പിയുടെ വാദം. ഇതിനുശേഷമാണ് CPM ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നുള്ള നിഗമനത്തോടെ ഇത് എതിരിത്തള്ളാനാണ് പോലീസ് നീക്കം. മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും പോലീസിന് നേരിട്ട് കേസെടുക്കാനാവില്ല, കോടതി നിർദ്ദേശിച്ചാൽ മാത്രമാണ് അന്വേഷണ സാധ്യതയെന്നുമാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ കഴക്കൂട്ടം ACPയുടെ റിപ്പോർട്ട്. ഇ.പിയുടെയും മകന്റെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഈ ആരോപണ വിധേയരുടെ മൊഴിയാകട്ടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അന്തിമ റിപ്പോർട്ട് ഉടൻ കഴക്കൂട്ടം ACP തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കും. പ്രവിത, ഇ.പി. ജയരാജന് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? നിലവിൽ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും CPMന്റെയും LDFന്റെയും ഇ.പി. ജയരാജന്റെയും ഇക്കാര്യത്തിലെ തുടർ തീരുമാനമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് ഇ.പി. വലിഞ്ഞാൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി കോൺഗ്രസും BJPയും ആയുധമാക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMനെയും LDFനെയും സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇക്കാര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രതികരണമാണ് വോട്ടെടുപ്പ് ദിവസം നടത്തിയത് എന്നുള്ളൊരു വിലയിരുത്തൽ ചില നേതാക്കൾക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ പരിക്ക് പറ്റാത്തുള്ളൊരു സമീപനം, അങ്ങനെ ഒരു തുടർ നിലപാടായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഇനി ഇക്കാര്യത്തിൽ തീരുമാനമായി ഉണ്ടാവുക. പ്രവിത, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇവിടെ ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.